ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിത് കയ്യിൽ ഒരു പിടി അളവിൽ ഇതേ വളരെ നല്ല കുഞ്ഞ് ചെറിയുള്ളിയാണ് കേട്ടോ. ഇതുപോലത്തെ ചെറിയുള്ളിയാണ് നമ്മുടെ ഹെൽത്തിന് എപ്പോഴും വലിയതിനേക്കാളും കുഞ്ഞ് ചെറിയുള്ളി വളരെ നല്ലതാണ് ഹെൽത്തിന്. പക്ഷേ നമുക്ക് അതിൻ്റെ തോല് കളയാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഈ കാണുന്ന രീതിയിൽ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം തന്നെ നമ്മളൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തോല് പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയുടെ തോല് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മളിത് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി ഒന്ന് കഴുകുക. ഇതിൻ്റെ പകുതി ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളത് ഈ ഒരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നമ്മളിതിനൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മിക്സിയിലിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതിയാവും. ചതയ്ക്കുമ്പോൾ കുറച്ച് നന്നായി ചതയ്ക്കണം, കാരണം നമ്മൾക്ക് നീര് പിഴിഞ്ഞെടുക്കാനുള്ള പാകത്തിന് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ മിക്ക ആൾക്കാർക്കും തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയല്ലാതെ നമ്മൾ കുറേ സമയം ടി വി നോക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫോൺ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന തലവേദന ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റാനായിട്ട് ഉള്ളൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതുണ്ടോ, ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നീര് നമുക്ക് കിട്ടും. വളരെ കുറച്ച് നമുക്ക് മതി. ഒരു സ്പൂണിൽ പറയുകയാണെങ്കിൽ ഒരു 1/4 സ്പൂണോളം തന്നെ നമുക്ക് മതിയാവും കേട്ടോ. കൂടുതൽ നമ്മളിത് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചതച്ച് അതിൻ്റെ നീരെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എത്ര എടുത്തിട്ടുണ്ട്, ഇതിനെ നമ്മളൊരു സ്പൂണിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് വേറൊരു സാധനം കൂടെ ചേർക്കണം. ഇപ്പോൾ ഇതുപോലുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്ത് തയ്യാറാക്കിയിട്ട് നമ്മൾ തലവേദനിക്കുന്ന സമയത്ത് നമ്മൾ നെറ്റിയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോർമലായിട്ടുള്ള കർപ്പൂരമാണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് പച്ച കർപ്പൂരം തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് നമുക്ക് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും, പച്ചമരുന്ന് കടകളിലൊക്കെ നമുക്ക് കിട്ടും ഈ ഒരു പച്ച കർപ്പൂരം. അതിനാണ് ഏറ്റവും നല്ല ഗുണം കേട്ടോ. അതില്ലെങ്കിൽ മാത്രം ഈ നോർമലായിട്ടുള്ള കർപ്പൂരം എടുത്താൽ മതിയാവും. അതിനൊന്ന് ജസ്റ്റ് ഞെരടി കൊടുത്താൽ മതി, പൊടിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ തലവേദനിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തലവേദന മാറിക്കിട്ടും കേട്ടോ. നമ്മൾ അതിനായിട്ട് മെഡിസിനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അതേപോലെ ബാക്കിയുള്ള ആ ഒരു ചെറിയുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ നീരല്ല, നമ്മൾ ജസ്റ്റ് ചതച്ചാൽ മതി. നീരെടുക്കുന്ന രീതിയിൽ നമുക്ക് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചതച്ച ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഗ്യാസിൽ വെച്ചതൊന്ന് കത്തിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചൂടാക്കൽ തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് മീഡിയം ആക്കിയിട്ട് കുറച്ച് സമയം കൂടി ഒരു 5-10 മിനിറ്റ് സമയം കൂടെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ചെറിയുള്ളിയുടെയും ഇഞ്ചിയുടെയും ഗുണം ഈ ഒരു വെള്ളത്തിൽ കറക്റ്റായി കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ച് സമയം കൂടെ തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഇതിനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇതൊന്ന് ഇത്തിരി ചൂടാറട്ടെ കേട്ടോ. ഈ തിളച്ചതോടുകൂടി തന്നെ വേണ്ട, ഈ ഒരു തിളച്ച വെള്ളത്തിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു മുറി ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ എത്ര കട്ടിയായി കിടക്കുന്ന കഫക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിട്ടുമാറാത്ത ചുമ ഒരുപാട് നാളായി ചുമച്ച് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതും ഒരു 3 നേരമൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ചുമയൊന്നും ഇല്ല, നമുക്ക് ചെറുതായി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ 1 ഗ്ലാസ് കുടിച്ചാൽ ഒരു നേരം കുടിച്ചാൽ മതിയാവും. ഇങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാറാത്ത കഫക്കെട്ടും പെട്ടെന്ന് തന്നെ മാറാനും ചുമയും അതുപോലെ മാറാനും നമുക്ക് ഹെൽപ്പാക്കും. നമ്മൾ ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. കഫക്കെട്ടും ചുമയും കൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ നമുക്ക് സ്വിച്ച് ഇട്ട പോലെ തന്നെ നമുക്ക് മാറ്റാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പക്ഷേ ഇത് കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇഞ്ചിയുടെയും ആ ചെറുനാരങ്ങയും ചെറിയുള്ളിയുടെ ചെറിയൊരു മണം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. നല്ല കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലതാനും.
ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതവിടെ സോപ്പ്, നമ്മൾ സോപ്പൊക്കെ കവർ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ സോപ്പ് എടുത്തിട്ട് ഈ ഒരു കവർ നമ്മൾ കളയില്ലേ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഈ സോപ്പ് പൊതിഞ്ഞിരിക്കുന്ന ഈ കട്ടിയായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഇത് കളയാതെ ഇത് ഞാനിപ്പോൾ 2 എണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കാം കേട്ടോ. എങ്ങനെ ചെറുതാക്കണോ അതിനനുസരിച്ച് ആക്കാം. ഈ ഒരു ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ല മണം ഉണ്ടാകും, സോപ്പിൻ്റെ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളുടെ സ്കൂൾ ബാഗിലൊക്കെ നമ്മൾ ടിഫിൻ പാത്രം വെക്കുന്ന ഭാഗത്തൊക്കെ നല്ലൊരു മഴക്കാലമൊക്കെ ആയത് കാരണം നല്ല ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയില്ലേ. അപ്പോൾ നമ്മൾ ആ സ്കൂൾ ബാഗിൻ്റെ ടിഫിൻ പാത്രം വെക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒരു പീസ്. പിന്നെ നമ്മൾ കുട്ടികളുടെ സ്കൂൾ ഷൂവിലൊക്കെ നല്ലൊരു മണമാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ തട്ടിക്കുടഞ്ഞ് വെച്ചിട്ട് അതിനകത്ത് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് മാറാനൊക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ കട്ടൻ ചായ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആദ്യം നമ്മൾ ഈ മിൻറ്റ് ലീഫ്, അതായത് പുതിന ഇല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 5-6 ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ നോർമലി കട്ടൻ ചായ എടുക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഈ വെള്ളത്തിൽ ഈ ഒരു ഇല കിടന്ന് കുറച്ച് സമയം തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ മണം എല്ലാം ഈ ഒരു വെള്ളത്തിൽ കിട്ടും. അതിനുശേഷം വേണം നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ ഒരു കട്ടൻ ചായ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. ആ മിൻറ്റിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു നോർമലായിട്ട് കട്ടൻ ചായ കുടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ലെമൺ കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കട്ടൻ ചായയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കപ്പോളം തന്നെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഇതിനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് ആദ്യം എടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു റവന വറുത്തെടുക്കാനായിട്ട്. ഇനി ഈ റവന വറുത്തതിന് ശേഷം നമ്മളിതിനൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത് നോർമലായിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഉപ്പുമാവിന് വെച്ചിട്ട് ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ ഹെൽപ്പിന് വരുന്നൊരു ചേച്ചിയാണ്. ഈ ചേച്ചി എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആരും അധികം ഉപ്പുമാവ് കഴിക്കാറില്ല, പക്ഷേ ഈ ചേച്ചി ഉണ്ടാക്കുമ്പോൾ കഴിക്കും. കാരണം ഉപ്പുമാവ് അത്രയും നല്ല ഉലർന്ന് കിടക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് പൊരികടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് പൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സവോളയും അതുപോലെ ഒരു പച്ചമുളകും, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ കൈയളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 പിടിയോളം തന്നെ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ എടുത്ത 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് ഈ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് കൂടെ ഇങ്ങനെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ലെവലിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും നല്ല ഉലർന്ന് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇട്ട ശേഷം നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പറയണം, ഇല്ലെങ്കിൽ അടി പിടിച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ലോണം കഴിക്കാനൊക്കെ നല്ല ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാക്കിയാൽ പോലും ചിലപ്പോൾ എനിക്ക് ഈ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ ചേച്ചി ഉണ്ടാക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.